കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന വയറിന് സുഖവും ദഹനത്തിനെ സപ്പോർട്ടും ചെയ്യുന്ന ഒരു ഇഞ്ചി കറിവേപ്പില പച്ചടി ഉണ്ടാക്കാം ഇന്ന് നമുക്ക്. ബ്രേക്ക്ഫാസ്റ്റിന്റെയോ ലഞ്ചിന്റെയോ കൂടെ ഒരു സ്പൂൺ ഇത് കഴിച്ചാൽ മതി. പിന്നെ അന്നത്തെ കാര്യം ഇദ്ദേഹം ശ്രദ്ധിച്ചോളും. ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാനം പറയാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഇതിനു വേണ്ടി ഞാൻ ഇഞ്ചി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 150 ഗ്രാം. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ അരിഞ്ഞെടുക്കുകയും ചെയ്യാം. ഇത്രയും ഇഞ്ചിക്ക് ഒരു 5-6 തണ്ട് വരെ കറിവേപ്പില എടുക്കാം. ഇനി ഇതിലേക്കായിട്ട് ഓയിൽ നമ്മൾ എടുക്കുന്നത് നല്ലെണ്ണയാണ്, എള്ളെണ്ണ. അത് കേട് കൂടാതെ ഇരിക്കാൻ 1 മാസം വരെയൊക്കെ ഇതിരിക്കാനും സഹായിക്കും. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് 2 ആഴ്ചത്തേക്കുള്ള പച്ചടിയാണ്. നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഓപ്ഷണലാണ്, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ചേർത്തത്. നിങ്ങൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരെ. ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്ത് നിന്ന് കോരി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാനിലേക്ക് തന്നെ ചേർക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. എണ്ണയും ബാക്കിയുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ എണ്ണ ചേർക്കുന്നില്ല. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, മല്ലി മുഴുവനായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഉലുവ 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ജീരകം, നല്ല ജീരകം 1 ടീസ്പൂൺ. പിന്നെ ഇതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും ഒരു 5-8 വറ്റൽ മുളക്, ചുമന്ന മുളകും പിന്നെ 3 പിരിയൻ മുളകും വലുത് ചേർക്കുന്നുണ്ട്. ചുമന്ന മുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ പരിപ്പ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവാൻ തുടങ്ങുന്നത് വരെ പരിപ്പിന്റെ നിറം നോക്കിയാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം അതിനനുസരിച്ച് റെഡി ആയിക്കോളും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കടുകും ജീരകവും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു തണിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ചെറിയ ചൂടെത്തുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം അത് 2-3 പൾസ് കൊടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അല്പാൽപമായി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ ഞാനിപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത്രയും അരച്ചെടുത്തത് കേട്ടോ. ഇനി സെയിം പാൻ അഗെയിൻ ടു മീഡിയം ഫ്ലെയിം 1.5 ടേബിൾ സ്പൂൺ തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ഒരു 3-4 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു ചെറിയ താളിപ്പ് റെഡിയാക്കാം. കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അടികട്ടിയുള്ള പാത്രമാണ്. എന്നാലും ഇത് അടിയിൽ കുറച്ച് പറ്റി പിടിക്കും. അതൊക്കെ ഇളക്കി എടുത്തുകൊണ്ട് ഏകദേശം 2 മിനിറ്റോളം നമ്മൾ ഇത് വഴറ്റി കൊടുക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. നല്ല ബ്രൗൺ നിറത്തിലായി കിട്ടും. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങ സൈസിലുള്ള പുളി 3/4 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മധുരം ചേർത്ത് കൊടുക്കണം. അത് വൈറ്റ് ഷുഗറോ ബ്രൗൺ ഷുഗറോ തേങ്ങ ചക്കരയോ സാധാരണ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി നിർത്തി അങ്ങനെ പുളി കുക്കാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 മിനിറ്റോളം കഴിയുമ്പോൾ നമുക്ക് പുളി കുക്കായിട്ട് കിട്ടും. ആ സമയത്ത് എണ്ണ തെളിഞ്ഞിരിക്കുന്നതും കാണാം. നമ്മുടെ ഈ ഒരു ഡിഷിൻ്റെ നിറം നന്നായിട്ട് ബ്രൗൺ ആയിരിക്കുന്നതും കാണാം. ഇത് സാധാരണ ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. പക്ഷേ ഒരു ഹെൽത്ത് സൈഡ് നോക്കിയിട്ട് ഞാൻ എണ്ണ ഉപയോഗം കുറച്ചൊരു 3 ടേബിൾ സ്പൂണിൽ ഒതുക്കിയെന്നേ ഉള്ളൂ കേട്ടോ. 3/4 കപ്പൊക്കെ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ അങ്ങോട്ടൊരു നല്ല ഭംഗി ഉണ്ടാവും. പക്ഷെ
എപ്പോഴും നമുക്ക് അത്രയും എണ്ണ കൺസ്യൂം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഇതിൻ്റെ സെർവിങ് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 ടീസ്പൂൺ ആയിട്ടാണ് ഇത് സെർവ് ചെയ്യുക. നമ്മുടെ ഒരു ദിവസത്തെ ദഹന വ്യവസ്ഥയെ അടിപൊളിയാക്കാൻ ഇത്രയും മതിയാവും. ഇത് റെഡിയാണ്, നമുക്ക് അടുപ്പത്തു നിന്നും മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ പേരറിയണ്ടേ? അല്ലം കരുവേപ്പാക്കു പച്ചടി. ഇത് ആന്ധ്ര സ്പെഷ്യലാണ് കേട്ടോ. അവർ തണുപ്പുള്ള മാസങ്ങളിൽ ഇത് ദഹന വ്യവസ്ഥയൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കാം. ഏറെ നാൾ കേട് കൂടാതെ ഇരിക്കും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ ലഞ്ചിൻ്റെയോ ഡിന്നറിൻ്റെയോ കൂടെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കല്ലേ. കർക്കിടകത്തിൽ നമ്മുടെ ദഹനത്തിന് നല്ലോണം സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. നമുക്ക് ആ വ്യത്യാസം നല്ലോണം അറിയാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.